കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബധ കളയരുതാരും. മരണം വരും ഇനി എന്നു നിനച്ചിക മരുക സതതം നാരായണായ ജയ. ജയദ്രഥവധം കഴിഞ്ഞു, പോവാ എന്നും പറഞ്ഞ് തിരിച്ചു. അർജുനനും ഭഗവാനും സത്യകിയും ഭീമസേനനും എല്ലാവരും തിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള നിലയിൽ ഒരു ഭാഗത്ത് അശ്വത്ഥാമാവും ഒരു ഭാഗത്ത് കൃപാചാര്യനും വന്ന് എതിർത്തു. ഇവരെ വിടില്ല എന്നുള്ള ഇത് തന്നെയാണ്. യുദ്ധത്തിൻ്റെ ഇടയിൽ നല്ലൊരു ശരം കൃപാചാര്യൻ്റെ നെഞ്ഞത്ത് കയറി. അദ്ദേഹം ചോര ഒലിപ്പിച്ച് പിന്മാറി. ഇത് കണ്ടപ്പോൾ അശ്വത്ഥാമാവും പിന്നിലേക്ക് മാറിപ്പോയി. വീണ്ടും രഥം മുമ്പിലേക്ക് പോവുക. അപ്പോൾ അർജുനൻ തന്നെത്താനെ പറയാണ്, അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ തുടങ്ങിയത് കൃപാചാര്യനാണ്, പിന്നീടാണ് ദ്രോണാചാര്യർ വന്നതൊക്കെ. ആ ആചാര്യൻ ഹരിശ്രീ കുറിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാചകമാണ് ഇപ്പോൾ ഓർമ്മ വരണത്. ഈ വിദ്യ ഒരിക്കലും ഗുരുവിൻ്റെ മേത്ത് ഉപയോഗിക്കരുത്. ഇപ്പം ഞാൻ അതാണ് ചെയ്തിരിക്കുന്നത്. മഹാപാപിയായി തീർന്നിരിക്കണം. നരകം വിട്ട് എനിക്കിനി വേറൊരു സ്ഥലം ഉണ്ടാവും തോന്നുന്നില്ല. എല്ലാത്തിനും കാരണക്കാരൻ ആ ദുര്യോധനൻ. എന്താ നോക്കൂ കാണിച്ചു കൂട്ടിയ അനർത്ഥങ്ങൾ, വേറെ വഴിയില്ല എന്ന് ഇങ്ങനെ മനസ്താപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാ വെള്ളക്കുതിരയെ പൂട്ടിയ തേരിൽ അട്ടഹസിച്ചുകൊണ്ട് കർണൻ വരുന്നു. അർജുനനെ കൊല്ലാൻ പ്രത്യേകം പൂജിച്ച് വച്ചിട്ടുള്ള ആ ആദിത്യ വേല് കയ്യിലുണ്ട്, അത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് എന്ത് തന്നെ ആയാലും അർജുനനോ അല്ലെങ്കിൽ സത്യകയോ ആരെങ്കിലും ഒരാൾ ജീവനോടെ മടങ്ങിപ്പോവില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടുള്ള വരവാണ് കർണൻ്റെ വരവ്. ഇത് കണ്ടപ്പോൾ ഭഗവാൻ ഒരു പ്രത്യേക തരത്തിൽ ശംഖ് വിളിച്ചു. ഭഗവാന്റെ സാരഥിയായ ധാരുതന് അത് പെട്ടെന്ന് മനസ്സിലായി. അദ്ദേഹം ഒരു പുതിയ തേരുമായിട്ട് ഇങ്ങോട്ട് വന്നു. ഭഗവാൻ സത്യകിയോട് പറഞ്ഞു, ആ തേരിൽ കയറൂ, ഈ തേര് വേണ്ട. സത്യകി ആ തേരിൽ കയറി. ഭഗവാന്റെ തേരും കൂടിയും കിട്ടിയപ്പോൾ ശനിപുത്രൻ അങ്ങനെ തിളങ്ങാൻ തുടങ്ങി. നേരെ വരുന്ന കർണനോട് സത്യകിയാണ് ഏറ്റുമുട്ടിയത്. അതിഭയങ്കര യുദ്ധം. ഇത് കണ്ടപ്പോൾ അർജുനൻ സത്യകിയെ സഹായിക്കാൻ പുറപ്പെട്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വേണ്ട അർജുന, ഈ യുദ്ധം സത്യകി വേണ്ടത് പ്രകാരം ചെയ്തോളും. അതിനാണ് ഞാൻ ആ തേര് എത്തിച്ചിരിക്കുന്നത്. യുദ്ധം കണ്ടു നിൽക്കൂ എന്ന് പറഞ്ഞു. ഭഗവാൻ തടുത്തപ്പോൾ പിന്നെ അർജുനന് വേറെ വഴിയില്ലല്ലോ. അർജുനൻ അങ്ങനെ നോക്കി നിന്നു. കുറച്ച് സമയത്തെ യുദ്ധത്തിനുള്ളിൽ കർണൻ്റെ തേരും എല്ലാം പൊടി പടലാക്കി ആള് നിരായുധനായിട്ട് ഭൂമിയിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. ദാരുണമായൊരു കാഴ്ചയായിരുന്നു കൗരവർക്ക്. ഇത് കണ്ടപ്പോൾ ഭീമസേനൻ ഓടി അർജുനൻ്റെ അടുത്തെത്തി. അർജുന, കണ്ടുവോ കർണൻ ആ നിൽക്കണ നിപ്പ്? ഇതേമാതിരി ഞാൻ നിന്നപ്പോൾ കർണൻ്റെ വില്ല് കൊണ്ട് എന്നെ തോണ്ടി മാന്തി ഒരുപാട് കളിയാക്കിയതാണ്. നിരായുധനായി നിന്ന എന്നെ കർണൻ കളിയാക്കിയാണ് വിട്ടത്. അതുകൊണ്ട് ഈ കർണനെ ഇവിടെ വെച്ചെന്നെ തീർക്കണം നീ എന്ന്. അപ്പോൾ അർജുനൻ കർണനെ സമീപിച്ച് പറഞ്ഞു, നിരായുധരായിട്ട് നിൽക്കുന്നവരെ ഞങ്ങളാരും അപമാനിക്കാറില്ല. എന്നാൽ താങ്കളോ എൻ്റെ ജ്യേഷ്ഠനെ ഭീമസേനനെ നിരായുധനായിട്ട് നിൽക്കുമ്പോൾ അപമാനിച്ചു. അതത്ര നന്നായില്ല. ഇപ്പോൾ അവനവൻ്റെ സ്ഥിതി മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മകൻ അഭിമന്യുവിൻ്റെ വില്ല് തകർത്തത് താനല്ലേ? താൻ കാണുകയല്ലേ അഭിമന്യുവിനെ എല്ലാവരും വെട്ടിക്കൊന്നത്? ധർമ്മത്തിൻ്റെ വലിയ പരിപാലകനാണെന്ന് താൻ പറയുന്നുണ്ടല്ലോ. താൻ എന്തേ അന്നത് തടയാഞ്ഞത്? അതുകൊണ്ട് കർണ, ഞാനൊന്ന് പറയണു, തൻ്റെ പുത്രനായ വൃഷസേനനെ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലും, സംശയം വേണ്ട. പിന്നെ ഭീമസേനനെ, എൻ്റെ ജ്യേഷ്ഠനെ, താൻ
കളിയാക്കിയതുകൊണ്ട് തന്നെയും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലും എന്നും പറഞ്ഞ് കർണനെ പറഞ്ഞു വിട്ടു. വീണ്ടും സത്യകിയും ഭീമസേനനും കൃഷ്ണഭഗവാൻ തെളിക്കുന്ന തേരിൽ അർജുനനും മുന്നോട്ട് നീങ്ങി. തിരിച്ചു മടങ്ങുന്ന സമയത്ത് ഭഗവാനും അർജുനനും കൂടി ചില കുശല പ്രശ്നങ്ങളൊക്കെ നടത്തുന്നുണ്ടായി. അപ്പോൾ ഭഗവാൻ അർജുനനോട് പറയാണ്, അർജുന, നീ ഇന്ന് നിർവഹിച്ചത് ദേവസൈന്യങ്ങൾക്ക് പോലും ആലോചിക്കാൻ പറ്റാത്ത ഒരു കർത്തവ്യമാണ്. കൗരവ സൈന്യത്തിൻ്റെ ഇടയിലേക്ക് ഒറ്റയ്ക്ക് മുന്നേറി തൻ്റെ ശപഥം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാർക്കൊന്നും പറ്റുന്നൊരു സംഭവമേ അല്ല. നിനക്കല്ലാതെ ഇത് ആർക്കാ കഴിയുക? ഇത് ഒരു വീരസാഹസം ആയിട്ട് തന്നെ പ്രകീർത്തിക്കേണ്ടിയിരിക്കുന്നു. നീ ഇന്ന് ആ ജയദ്രഥനെ വധിച്ചില്ലേ, അത് ഈ യുദ്ധത്തിലെ വലിയ ഒരു വഴിത്തിരിവ് തന്നെയാണ്. ഇത്രയും മഹാരഥന്മാരായ കൗരവന്മാരുടെ ഇടയിൽ നിന്ന് ജയദ്രഥനെ മാത്രം വധിച്ച് മടങ്ങിപ്പോരുക എന്ന് പറയണത് കൗരവരുടെ ആത്മവിശ്വാസം മിക്കവാറും ഇതോടുകൂടി തീർന്നിരിക്കും, സംശയം വേണ്ട. ഇത് വലിയൊരു വഴിത്തിരിവ് തന്നെയാണ്. ഇതൊക്കെ കേട്ട അർജുനൻ ഭഗവാനോട് പറയാണ്, ഭഗവാന്, സർവശക്തനായ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ തേരും തെളിക്കണു. അങ്ങനെയുള്ളപ്പോൾ പരാജയം എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങൾക്ക് സംഭവിക്കുമോ? ഇതൊക്കെ കേട്ടിരുന്ന ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, നേരം അസ്തമിച്ചിരിക്കണു. അങ്ങനെ എല്ലാവരും തിരിച്ച് ശിബിരങ്ങളിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ ഭഗവാൻ രഥം നേരെ കൊണ്ടുപോയി നിർത്തിയത് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ശിബിരത്തിൻ്റെ മുമ്പിലാണ്. ഇവരെ കണ്ടപ്പോൾ യുധിഷ്ഠിരൻ ഓടി വന്നു. ജയദ്രഥവധം വിസ്തരിച്ച് ഭഗവാൻ യുധിഷ്ഠിരനെ പറഞ്ഞു കേൾപ്പിച്ചു. അതെല്ലാം കേട്ട യുധിഷ്ഠിര മഹാരാജാവ് ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് ഭഗവാനെ കെട്ടിപ്പിടിച്ച് ആ കണ്ണുനീരുകൊണ്ട് അഭിഷേകം തന്നെ നടത്തി. എല്ലാവരും അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.